ഗ്രീൻലാൻഡും കാനഡയും ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഗാസ മുനമ്പും ട്രംപ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. പലസ്തീൻ ജനതയോടുള്ള സ്നേഹം കൊണ്ടാണോ ട്രംപ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതുന്നുണ്ടോ? ഇവിടെയും ട്രംപ് ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചു എന്നതിൽ തർക്കമില്ല. ഗാസ മുനമ്പിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന വാദം ഇതിന് തെളിവാണ്. ഗാസ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ വ്യാപകമായ വിവാദങ്ങൾക്കും ആഗോള പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും പരിധിയില്ലാത്ത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാസ മുനമ്പ് ഏറ്റെടുക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് പലസ്തീനികൾക്കും അറബ് രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ കാതൽ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഈജിപ്ത്, ജോർദാൻ പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ്. അറബ് രാജ്യങ്ങൾ പലസ്തീനികളെ കുടിയിറക്കിയാൽ പലസ്തീനികൾക്ക് പാർപ്പിടം നൽകുമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. എന്നാൽ ഈ പദ്ധതി ഈജിപ്തും ജോർദാനും നിരസിക്കുകയായിരുന്നു. പലസ്തീൻ നേതൃത്വവും പദ്ധതിയെ അപലപിച്ചു. ഹമാസ് ഇതിനെ മണ്ടത്തരമെന്ന് വിളിക്കുകയും ഗാസ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെന്നും ഊന്നിപ്പറയുകയും ചെയ്തു. ട്രംപിന്റെ പദ്ധതിയുടെ ഏറ്റവും ഭയാനകമായ വശങ്ങളിലൊന്ന് മനുഷ്യാവകാശ ലംഘനത്തിനും വംശീയ ഉന്മൂലനത്തിനുമുള്ള സാധ്യതയാണ്. ഗാസയിലെ വംശീയ ഉന്മൂലനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വ്യാപകമായ വിമർശനങ്ങൾക്കിടയിലും ട്രംപ് തന്റെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നുമുള്ള സഹായം നിർത്തലാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് രോഷം ഏറ്റുവാങ്ങാനിടയായി. ട്രംപിന്റെ നിർദ്ദേശം യാഥാർത്ഥ്യബോധമില്ലാത്തതും അന്യായവും വിനാശകരവുമാണെന്ന് പല നേതാക്കളും അപലപിച്ചു. ട്രംപിന്റെ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ ഗാസ മുനമ്പിനും അതിനപ്പുറത്തേക്കും വ്യാപിക്കുന്നു. ഈ നിർദ്ദേശത്തിന് മുഴുവൻ മേഖലയെയും അസ്ഥിരപ്പെടുത്താനും ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വർദ്ധിപ്പിക്കാനും ഇസ്രായേലും അയൽ അറബ് രാജ്യങ്ങളും തമ്മിൽ ഇതിനകം തന്നെ സമാധാന കരാറുകളെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ട്. ഗാസ ഏറ്റെടുത്ത് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശം വളരെ അപകടകരമായ പദ്ധതിയാണ്. ഇത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമലംഘനം കൂടിയാണ്. മുഴുവൻ മേഖലയും അസ്ഥിരപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അമേരിക്ക ഗാസ ഏറ്റെടുത്താൽ പലസ്തീനികൾക്ക് അവിടെ യാതൊരു അവകാശവും ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഊന്നിപ്പറയുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് കുടിയിറക്കപ്പെട്ട പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ വീട് നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത്. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇതിനെ സംബന്ധിച്ച് ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ യോഗത്തിൽ പലസ്തീനികളുടെ കുടിയിറക്ക വിഷയം ട്രംപ് ഉന്നയിക്കുമെന്നാണ് വിവരം.